ക്ഷേത്ര പൂജാരി ക്ഷേത്രത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. ശിവ ശിവ, വിശ്വസിക്കാൻ പറ്റുമോ? അതും ഒരു മേൽശാന്തി വിഷ്ണു എന്ന 39കാരനാണ് ഈ കടുങ്കൈ കാണിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവിക കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ സ്വന്തം ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ അയാളുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ അദ്ദേഹത്തെ ചില കാര്യങ്ങളിൽ അപകീർത്തിപ്പെടുത്തി. അതിൽ മനം നൊന്താണ് ആ പാവ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന മരണകാരണം. ഇതൊരു മരണകാരണമാണോ? ഇദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഈ ഒരു നിസ്സാര കാര്യത്തിന് 14 വർഷമായി ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമോ? ഈ മനുഷ്യന്റെ അഭിപ്രായം ശ്രദ്ധിച്ച് കേട്ടാൽ കാര്യങ്ങളുടെ ഒരു ഗുഡൻസ് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും. ശ്രദ്ധിച്ച് കേട്ടോ. എവിടെ ഒന്ന് കാണിച്ചത്? എവിടെ വെച്ച സംഭവേ? എവിടെ വെച്ച പുള്ളി മരിക്കുന്ന? എവിടെ വെച്ച ഈ റൂമിനകത്ത് പുള്ളി കിടക്കുന്ന റൂം ഒന്ന് കാണിച്ചു. അങ്ങോട്ട് നടന്നേ. പുള്ളി ഇവിടെ തന്നെയാണോ താമസവും കാര്യങ്ങളൊക്കെ? അല്ല, പുള്ളി രാവിലത്തെ ശാന്തി കഴിഞ്ഞിട്ട് ഈ റൂമിൽ കിടക്കും. വൈകുന്നേരത്തെ ശാന്തി കഴിഞ്ഞ് വീട്ടിൽ പോകും. ഇവിടെയാണ് പുള്ളി. അപ്പൊ നിങ്ങൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്തോ? എങ്ങനെ അറിയുന്ന പുള്ളി? ഞാൻ എന്നെ ഇവിടെ രസീത് എഴുതാൻ ഇരിക്കുന്ന ചേച്ചി 6 മണിയായപ്പോഴത്തേക്ക് എന്നെ വീട്ടിൽ വിളിച്ചു. പോറ്റി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് പുള്ളി തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെയർമാനെ അറിയിച്ചാന്ന് ചോദിച്ചു. ക്ഷേത്ര ചെയർമാൻ. അപ്പോൾ ക്ഷേത്ര ചെയർമാനെ അറിയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, 100-ൽ വിളിച്ച് പറഞ്ഞ കാര്യം ഇന്ന കണക്ക് ഒരു പ്രശ്നമില്ല, നല്ല ആക്റ്റീവാണ്, വരുന്ന ആൾക്കാർക്കും പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഉപദേശം കൊടുക്കുന്ന ആളാണ്, നമ്മുടെ അടുത്തൊക്കെ വലിയ കാര്യമാണ്. അങ്ങനെ ഇത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല. എപ്പോഴാണ് കാണുന്ന പുള്ളി അവസാനം ബോധത്തോടെ നല്ല ജീവനോടെ കാണുന്നത് എപ്പോഴാണ് നിങ്ങളൊക്കെ? തലേ ദിവസം ഇവിടെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് വെളിയിലൊരു ഗണപതി ഹോമം ഉണ്ട്, ആ ഗണപതി ഹോമം കഴിഞ്ഞിട്ടേ ഞാൻ അമ്പലത്തിൽ വരുവുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എഴുതാതിരിക്കുന്നവരുടെ അടുത്ത് ഞാൻ ചോദിച്ച് വീട്ടിൽ അറിയിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു നമ്പരും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ നമ്പർ ഞാൻ മാറ്റിയിട്ട് ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് പൊറ്റി അവിടെ വന്നത്, ഇന്ന് രാവിലെ അവിടെ നിന്ന് എത്ര മണിക്ക് തിരിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി 10 മണിക്ക് ഇവിടെ എത്തി, രാവിലെ 3 മണിക്ക് വെളിയിലൊരു ഗണപതി ഹോമമുണ്ട്, ആ ഗണപതി ഹോമത്തിന് പോകാനായിട്ട് ഞാൻ അവിടെ ചെന്ന് അമ്പലത്തിൽ പോയി കുളിച്ചിട്ട് ഗണപതി ഹോമം കഴിഞ്ഞിട്ടേ അമ്പലത്തിൽ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന്. വീട്ടിൽ വിഷയമല്ലോ? വീട്ടിലെ വിഷയമോ ഇപ്പോഴും പ്രശ്നമില്ല. പിന്നെ ഒരു മാസത്തിന് മുമ്പൊക്കെ ചെറിയ വിഷയം ഉണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവായിട്ടൊക്കെ വിഷയം ഉണ്ടായിരുന്നു. അവരിവിടെ വിളിക്കുമായിരുന്നു, ഇദ്ദേഹം കറക്റ്റായിട്ട് അവിടെ ചെല്ലുന്നില്ല, വീട്ടിൽ ചെല്ലുന്നില്ല, നിങ്ങളിവിടെ റൂം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞ് തിരുത്തി ക്ലിയർ ചെയ്യണം. പിന്നെ പേട്ടയിൽ ഇദ്ദേഹം മുമ്പ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജഡ്ജിയുടെ പിള്ളേരുമായിട്ട് ഒരു വീടുണ്ട്, അതുമായിട്ട് അവർ ഫാമിലി പരമായിട്ട് ഇദ്ദേഹം ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ അവിടെ 2 പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള സഹകരണം കാരണവും ഇതൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ വന്ന് പറഞ്ഞു വിലക്കി ഇദ്ദേഹത്തിനെ ക്ലിയർ ചെയ്ത് വിടാനുള്ള വേറെ ബന്ധമുണ്ടെന്നുള്ളത് എന്തല്ല. അവരുടെ അടുത്ത് ഈ പുള്ളി നേരത്തെ ആ ക്ഷേത്രത്തിൽ മറ്റേ ആ വീട്ടിലെ ജഡ്ജിയെ കൊണ്ടാക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഇദ്ദേഹം ഡ്രൈവറായിട്ട് അവിടെ നിന്നിട്ടുണ്ട്, നമ്മുടെ അമ്പലത്തിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ അവരുമായിട്ട് ഫാമിലി പരമായിട്ട് ഇദ്ദേഹത്തിന് നല്ല ക്ലോസ് ഉണ്ട്. അവരുടെ പട്ടിയെ കഴുകി കൊടുക്കും, അവിടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അവിടുത്തെ ഒരു അംഗത്തെ പോലെ പുള്ളി അവിടെ നിൽക്കുകയും. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് അപ്പോൾ അത് ഈ ഭാര്യയ്ക്കും അറിയാം, അവരുമായിട്ട് കൂടുതൽ ക്ലോസ് ഉള്ളത് കൊണ്ടൊക്കെയാണ് ഇദ്ദേഹം ഇനി വീട്ടിൽ വരാത്തത്, അത് നിങ്ങൾ പറഞ്ഞു വിലക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ പറയുകയും ചെയ്തു. പറ്റി വീട്ടിൽ നിങ്ങളിപ്പം ഈ ഇടയ്ക്കാണ് കല്യാണം കഴിച്ചത്. എത്ര നാളായി കല്യാണം കഴിച്ചിട്ട്? കല്യാണം കഴിച്ചിട്ട് 3 വർഷമായി. മക്കളൊക്കെ ഉണ്ടോ? ഒരു കുട്ടി, 2.5 വയസ്സായി, പെൺകുട്ടിയാണ്. അപ്പം വൈഫ് വിളിച്ച് നമ്മളിങ്ങനെ പരാതി പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് പോയിട്ട് ഈ റൂം നമുക്ക് മാറിത്തരണം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പുള്ളി വീട്ടിൽ വിട്ട് അല്ല മാറിത്തരണം നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ ഇവിടെ തങ്ങാറില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ് എനിക്ക് വണ്ടിയിലെ ചെറിയ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയി വരാനുള്ള അസൗകര്യങ്ങളുണ്ട്, വണ്ടി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാനായിട്ട് സാമ്പത്തികം എൻ്റെ ഇല്ല. ഈ പൂജ ചെയ്ത ആൾ പോറ്റി പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ പുള്ളിക്ക് അത്രത്തോളം മാനസികമായിട്ട് പുള്ളി തകർന്നു കാണും. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള ഒരാളല്ല. ഇവിടെ നിങ്ങളുടെ വല്ല ബുദ്ധിമുട്ട് വല്ല കാരണമാണോ? ഇല്ല, ഒരു പ്രശ്നമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല. ക്ഷേത്രത്തിൽ ഒരു കുഴപ്പമില്ല, നല്ല ആക്റ്റീവാണ് അദ്ദേഹം. നമ്മുടെ അടുത്തെല്ലാം വലിയ കാര്യമാണ്, ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനവും നല്ല സന്തോഷവും വരുന്ന ആൾക്കാരുടെ അടുത്തുള്ള ഇടപെടലും എല്ലാം നല്ല രീതിയിലാണ്. വീട്ടിൽ നിന്ന് പുള്ളിക്ക് ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ 1 മാസത്തിന് മുമ്പ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു സംഭവം. അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്താണ് സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കൊരു പിടിയില്ല. നമ്മൾ ഈ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ കറക്റ്റാണ് വീട്ടിൽ പോവും, ഇവിടെ അങ്ങനെ തങ്ങാറില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് ഇവിടെ
റൂമിലുണ്ടാവും. തിരിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നട അടച്ചിട്ട് പോവും. പിറ്റേന്ന് രാവിലെ വീണ്ടും വരും. അപ്പോൾ അതാണ് ഞാൻ അവരോടും ചോദിച്ചത്, ഇന്നലെ എത്ര മണിക്ക് വന്നു, ഇന്ന് രാവിലെ എത്ര മണിക്ക് തിരിച്ചു വന്നു. ഞാൻ ഈ കാര്യം പറയുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞ് രാവിലെ വെളിയിലൊരു ഗണപതി ഹോമം ഉണ്ടെന്നും പറഞ്ഞാണ് ഇവിടെ നിന്ന് തിരിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹം ഇപ്പം ഇങ്ങനെ തൂങ്ങി മരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെ, കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ ഇത് പറഞ്ഞ ഉടനെ ഇപ്പം പറഞ്ഞാൽ കരച്ചിലും വിളിയും ബഹളമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ തൊട്ടടുത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇടയ്ക്ക് എന്തോ സുഖമില്ലാതൊക്കെ ആയി ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. അല്ല അപ്പ ഇവിടെ അടുത്തുണ്ട്. ഞാൻ പാവപ്പെട്ട കുടുംബമാണോ? ഇല്ല, സാമ്പത്തികമായിട്ട് അവർക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു പെൺകുട്ടി മാത്രമേ അവർക്കുള്ളൂ, അച്ഛനും അമ്മയ്ക്കും കൂടി ഈ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം വിവാഹം കഴിച്ച് ഇദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്. ഇദ്ദേഹം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് വേറൊരു പെൺകുട്ടിയുണ്ട്. ആർക്ക്? ഈ ഭാര്യയ്ക്ക്. നേരത്തെ വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിച്ചതിന് ശേഷമാണ് രണ്ടാമത് ഇദ്ദേഹമായിട്ട് വിവാഹം കഴിച്ചത്. ആദ്യം ഒരു വിവാഹം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. പിന്നെ ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ട് 3 വർഷമായി. അതിൽ 2.5 വയസ്സായ ഒരു കുട്ടി ഇപ്പോഴുണ്ട്. അങ്ങനെ അവർ പിന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ട്സും ഫാമിലി പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല. മനസ്വസ്ഥ ഇല്ലെന്ന്. അദ്ദേഹം ഇവിടെ വരുന്നു, കാര്യം കഴിയുന്നു, പോകുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ മനസ്വസ്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ള ചിന്താഗതിയൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തില്ല. അദ്ദേഹം എപ്പോഴും ഹാപ്പിയാണ്, നല്ല കളിച്ച് ചിരിച്ച് നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും തമാശ പറഞ്ഞ് ഇവിടെ എഴുതാതിരിക്കുന്ന ആൻറ്റിയുടെ അടുത്ത്, തൂക്കാൻ വരുന്ന ആൻറ്റിമാരുടെ അടുത്ത്, നമ്മുടെ അടുത്തെല്ലാം എപ്പോഴും അദ്ദേഹം വളരെ. റൂം കാണുമ്പോൾ തന്നെ ഒരു പേര് ഭയപ്പാടല്ലേ? അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് 15 വർഷം കൊണ്ട് അവിടെ താമസിക്കുകയല്ലേ, 14 വർഷം കൊണ്ട് അവിടെ താമസിക്കുക. 14 വർഷമായി ഈ അമ്പലത്തിൽ വന്നിട്ട്. 2012 അദ്ദേഹം വന്നതാണ്. ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് പുള്ളി നിൽക്കുന്നത്. 12 വർഷം കൊണ്ട് വേറെ ഒരു അമ്പലത്തിലും പോകാറില്ല. അപ്പം ഈ വിവാഹം കഴിച്ചിട്ട് 3 വർഷമേ ആയുള്ളൂ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഈ ഇവിടെ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അമ്മയും മറ്റ് ചേടാറന്മാരൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അമ്മയൊക്കെ ഇവിടെ വന്ന് ചിലവിനുള്ളതൊക്കെ മാറ്റിക്കൊണ്ട് പോകും അദ്ദേഹത്തിന്. എങ്കിലും അദ്ദേഹം താമസിക്കണം ഇവിടെ തന്നെ. ഞാൻ വന്നിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അമ്മയൊക്കെ അപ്പുറത്ത് താമസിക്കുകയല്ലേ, പറ്റി അവരെ കൂടെ പോയി താമസിക്കാത്തത് ഇവിടെ ജീവിതം മുഴുവൻ ഇവിടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി താമസിച്ചാൽ എനിക്ക് പറ്റില്ല, അവരൊക്കെ വരുമ്പോഴത്തേക്ക് കാശൊക്കെ കൊടുത്ത് വിടാറുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും അറിയത്തില്ല എന്താണെന്നുള്ളല്ലേ, മരണ കാരണം എന്താണെന്നുള്ളത് ഒരു വിവരമില്ല. അദ്ദേഹം ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാരണമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതിയും സഹകരണവും വെച്ച് നോക്കുമ്പോഴത്തേക്ക്. വിഷ്ണുവിന് എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. പക്ഷെ ഒരാൾ പോലും പ്രതികരിച്ചില്ല. അപ്പോൾ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നില്ലേ? ശരിക്കും നല്ല മാറ്റമുണ്ട്. ബാക്കി നിങ്ങൾ ഊഹിച്ചോളൂ.